കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. പുരാതന കേരളത്തിലെ പ്രശസ്തമായ 108 ശിവാലയങ്ങളിലൊന്നായാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അറിയപ്പെടുന്നത്. ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രം കൂടിയാണിത്. ശിവൻ രാജരാജേശ്വരൻ എന്ന പേരിലാണ് ഈ മഹാക്ഷേത്രത്തിൽ അറിയപ്പെടുന്നത്. ശങ്കരനാരായണ ഭാവത്തിലാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത്. രാജരാജേശ്വര ക്ഷേത്രം പെരിഞ്ചല്ലൂരപ്പൻ എന്നും പെരുംതൃക്കോവിലപ്പൻ എന്നും അറിയപ്പെട്ടിരുന്നു. ഐതിഹ്യം ഇങ്ങനെ: ആദിത്യനെ കടഞ്ഞപ്പോൾ കിട്ടിയ ചൂർണം ഉപയോഗിച്ച് ഋഷിമാർ 3 ശിവലിംഗങ്ങൾ ഉണ്ടാക്കി. ഇത് ബ്രഹ്മാവ് അവരിൽ നിന്നും കൈക്കലാക്കുകയും പിന്നീട് പാർവതിയുടെ കയ്യിലെത്തിയ ഇവയെ പാർവതി പൂജിച്ചു വരികയും ചെയ്തിരുന്നു. ഒരിക്കൽ മാന്ദത മഹർഷിയുടെ തപസ്സിൽ സംപ്രീതനായ ശിവൻ ഈ 3 വിഗ്രഹങ്ങളിലൊന്ന് അദ്ദേഹത്തിന് നൽകി. ശ്മശാനങ്ങളില്ലാത്ത പരിശുദ്ധമായ സ്ഥലത്ത് ഇത് സ്ഥാപിക്കണം എന്നായിരുന്നു ശിവൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ തളിപ്പറമ്പിലെത്തിയ മഹർഷി അത് ഇവിടെ സ്ഥാപിക്കുകയും പിന്നീട് അത് ഭൂമിക്കടിയിലേക്ക് താഴ്ന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. തുടർന്ന് മാന്ദത മഹർഷിയുടെ മകനായ മുജുകുന്ദൻ 2ാമത്തെ ശിവലിംഗം നേടുകയും തളിപ്പറമ്പിൽ പ്രതിഷ്ഠിക്കുകയും അത് പൂജിച്ചു വരികയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും ഈ വിഗ്രഹം ഭൂമിയിലേക്ക് താഴ്ന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നീട് ഈ പ്രദേശം ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാജാവായ ശതസോമൻ 3ാമത്തെ ശിവലിംഗം ലഭിക്കുകയും അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ ബിംബവും ഭൂമിയിൽ താഴാൻ തുടങ്ങിയപ്പോൾ അശ്വമേധ നമസ്കാരം ചെയ്തു. നമസ്കാരം 12:30 പൂർത്തിയായപ്പോൾ ഇന്നത്തെ നിലയിൽ ഉറയ്ക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. അതിനാൽ അശ്വമേധ നമസ്കാരം ഇവിടെ വളരെ പ്രധാനമാണ്. ബുധനാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ദിവസം. വലിയ ശിവലിംഗമായതിനാൽ നിന്നുകൊണ്ടാണ് പൂജാരിമാർ പൂജകൾ ചെയ്യുന്നത്. അഭിഷേക സമയത്ത് മാത്രമേ ശിവലിംഗം കാണാൻ കഴിയുകയുള്ളൂ. ബാക്കി സമയം അലങ്കാര വിഭൂഷകനായിരിക്കും. ശിവലിംഗം പൗരാണിക കാലം മുതലേ സ്വർണം കൊണ്ട് മൂടിയിട്ടുണ്ട്. ശ്രീലകത്ത് നെയ്വിളക്ക് മാത്രമേ കത്തിക്കാറുള്ളൂ. പൂജകൾക്ക് കൂവളം ഉപയോഗിക്കാറില്ല. തുളസിയാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പം. പ്രതിഷ്ഠ ശിവനാണെങ്കിലും മറ്റ് ശിവക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെ പൂജകളില്ല. പ്രദോഷം ഇവിടെ പതിവില്ല. ശംഖ് ഉപയോഗിക്കാറില്ല. മലർനിവേദ്യം, നിത്യശിവേലി ഇവിടെ പതിവില്ല. സാമൂതിരി രാജാവ് മരണപ്പെട്ടാൽ ദേവന് പുല ആചരിക്കുന്ന ചടങ്ങും ഇവിടെ നിലനിന്നിരുന്നു. ക്ഷേത്രത്തിൽ കിണറുകളില്ല. പകരം ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ജലവന്തിയിൽ നിന്ന് പ്രത്യേക തരത്തിൽ കീഴ്ശാന്തിക്കാർ ജലം കൊണ്ടുവരുന്നു. ജലവന്തിയിൽ ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. ശ്രീരാമൻ രാവണനെ വധിച്ചതിനു ശേഷം സീതയുമായി അയോധ്യയിലേക്ക് പുറപ്പെടുമ്പോൾ ഇവിടെ എത്തിയെന്നും ഇവിടുത്തെ നമസ്കാര മണ്ഡപത്തിൽ കയറി നമസ്കരിക്കുകയും അതിനുശേഷം ആരും തന്നെ നമസ്കാര മണ്ഡപത്തിൽ നമസ്കരിച്ചിട്ടില്ല. പുരുഷന്മാർക്ക് ശ്രീകോവിലിൽ എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം. എന്നാൽ സ്ത്രീകൾക്ക് അത്താഴ പൂജയ്ക്ക് ശേഷം അഥവാ രാത്രി 7 മണിക്ക് ശേഷം മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ. ഈ സമയത്താണ് മഹാദേവൻ പാർവതീ സമേതനായിരിക്കുക. കേരളത്തിലെ ക്ഷേത്രകലകൾക്ക് അംഗീകാരം നൽകുന്ന ക്ഷേത്രം കൂടിയാണ് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് 1000ഓളം വർഷം പഴക്കമുള്ള ഒരു വൃക്ഷമുണ്ട്. ഇതിൽ 7 വൃക്ഷങ്ങൾ, അതായത് അത്തി, ഇത്തി, അരയാൽ, പേരാൽ, ഏഴിലംപാല, ദന്തോപാല, പൊൻചെമ്പകം എന്നീ വൃക്ഷങ്ങൾ പിണഞ്ഞ് ഒരു മരമായി തീർന്നിട്ടുണ്ട്. ശിവരാത്രിക്ക് തുടങ്ങി വിഷുവിന് അവസാനിക്കുന്ന വിധത്തിൽ ഉത്സവം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇതിൻ്റെ ആദ്യവും അവസാനവും എന്ന നിലയിൽ ഈ 2 ദിവസങ്ങളിലുമുള്ള പ്രത്യേക പൂജയും ശ്രീഭൂതബലിയും ഇന്നും നടന്നു വരുന്നു. ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ ആദ്യമായി ആശ്രമത്തെ ചിറ എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ നിന്നും 400 മീറ്റർ തെക്കുഭാഗത്തുള്ള ചിറയിൽ സ്നാനം ചെയ്തു വേണം ഭഗവത് ദർശനത്തിന് വരാൻ. കാലത്ത് 4 മണിക്ക് കാവൽക്കാരൻ അടിക്കുന്ന കൂട്ടമണിനാദത്തോടെ ക്ഷേത്ര ദിവസം ആരംഭിക്കുന്നു. രാവിലെ 5 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 വരെയുമാണ് ഇവിടുത്തെ പൂജാ സമയം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.